പോയി വീഴുകയാണ്. അവിടെ വെച്ചുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട ഇബ്നു ദഖീഖുൽ ഈദി എന്ന് പറയുന്ന കാദിയാരി ഒരു കാട്ടിലാണ് ചെന്ന് വീഴുന്നത്. കാട്ടിൽ ചെന്ന് വീണുമ്പോ ആരുമില്ല രക്ഷപ്പെടുത്താൻ. അവസാനമായ ഒരാളെ കണ്ടുമുട്ടി അവരോട് പറഞ്ഞാ ഞാൻ ഇങ്ങനത്തെ ഒരു വിഷമത്തിലാണ്, എത്രയോ ദൂരത്തെത്തി. അപ്പൊ അയാൾ പറഞ്ഞു, ഇയാളോട് പറഞ്ഞു, നിങ്ങളിപ്പോ എവിടെയെന്നറിയോ? നിങ്ങളെ സ്ഥലത്ത് നിന്ന് 60 കൊല്ലത്തെ വൈദൂരത്തിലാണത്. നിങ്ങൾ ആ തട്ടിയ ആൾക്കല്ലാതെ നിങ്ങൾ അങ്ങോട്ട് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. അതിന് നിങ്ങൾ ഈ കാട്ടിന്റെ അപ്പുറത്ത് ഒരു മിനാരം കാണിച്ചു കൊടുത്തു. ആ മിനാരത്തിന്റെ അവിടെ അയാൾ വരും. അങ്ങനെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇദ്ദേഹം അവിടെ ചെന്ന് അവിടെ വന്നിട്ട് കാത്തിരുന്ന് അസർ നമസ്കാരത്തിന്റെ സമയമായപ്പോൾ ആ കാട്ടിലെ പള്ളിയിൽ ഒരാൾ വന്നുകൊണ്ട് ബാങ്ക് കൊടുത്തു. പിന്നെ ഓരോരുത്തരും നിസ്കരിക്കാൻ വേണ്ടി കയറി. അങ്ങനെ എന്നുള്ള ഇഖാമത്തിന്റെ ലഫ്ള് അങ്ങോട്ട് പറഞ്ഞപ്പോൾ അഹ്മദ് ബദവി റഹ്മത്തുള്ളാഹി തങ്ങളിലാ ആ മിഹ്റാബിലേക്ക് വന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. അയാൾ കാട്ടിൽ വന്ന് നിസ്കരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിസ്കാരം കാണുന്നത്? ഈ അബ്ദാലികളിൽപ്പെട്ടവരാണ്. ഒരാഴ്ച പോകുമ്പോൾ അയാളെ രൂപം പോലെ അല്ലാഹുവോട് വാരാളാക്കി വെച്ചു. എന്നാൽ കർമാണെന്നല്ല, അങ്ങനെ വിചാരിച്ചു കിടക്കണ്ട, കേൾച്ചാൽ വിജയി കിടക്കാൻ, അത് വേറെ കാര്യം. അതല്ല പറഞ്ഞത് തത്വം. ഈ അബുദാനികളായ ആളുകൾക്ക് ഒന്നിലധികം ശരീരങ്ങൾ ഉണ്ടാവാൻ സാധിക്കും. അങ്ങനെ ശരീരങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ശരീരത്തിനോടെ തക്കീഫുള്ളൂ. അത് യഥാർത്ഥ ശരീരമാണ്. ആ ശരീരം നമസ്കരിക്കുന്നുമുണ്ട്. അദ്ദേഹം 60 കൊല്ലത്തെ വൈദൂരത്തുള്ള കാട്ടിൽ പോയി 60 നമസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞു. മഹാനവറുകളുടെ മുന്നിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഇബ്നു ദഖീഖുൽ ഈദി എന്നവര് അഹ്മദ് ബദവിന്റെ കാക്കൽ വീണ് വന്ന് രക്ഷിക്കണം. അഹ്മദ് ബദവി പറഞ്ഞു, നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ഓ മനസ്സിലായി എന്ന് പറഞ്ഞു തട്ടിക്കൂട്ടം കൊടുത്തു. അങ്ങനെ ഇവിടെ വന്നു കൂടുന്ന ആ ചരിത്രം. ഇതൊക്കെ ഞാൻ പറഞ്ഞത് അബ്ദാലികളുടെ സ്വഭാവം ഇങ്ങനെ അള്ളാഹുവിന് നേരെ ഹൃദയം കൊണ്ട് കാണുന്ന സ്വഭാവം അബ്ദാലികളുടെ സ്വഭാവമാണ്. അവർ ജന്നത്തുൽ മഅരിഫയിലുള്ളവരാണ്. ഈ ലോകത്തുള്ളതായിരിക്കുന്ന അറിവ് കൊണ്ട് കിട്ടിയ സ്വർഗമാണത്. ആ സ്വർഗത്തിൽ ലയിച്ച ആളുകളെ പിടിക്കാൻ തന്നെ ഈ ലോകത്തിൽ ശക്തിക്കും സാധ്യമല്ല. അതിൽപ്പെട്ട മഹാനാണ് ഇബ്രാഹിം ബാദ്ഷാ. ഇങ്ങനെ ഒരുപാട് മഹാന്മാരുടേതാകുന്ന ശൃംഖല തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അന്നരക്കുള്ള മഹാന്മാരുടെ മദ്ഹികളാണ് ബഹുമാനപ്പെട്ടവർ ഈ സ്ഥലത്തിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരേറെ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ റജബ് മാസം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രയും പുണ്യപ്പെട്ട ദിവസം റജബ് മാസം. നബിക്ക് നമ്മക്കല്ല, ലൈലത്തുൽ ഖദറിനേക്കാളും എല്ലാത്തിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മാസം റജബാണ്. അതുകൊണ്ട് ആ റജബ് മാസത്തിന്റെ അകത്ത് 27-ാം രാവ് എന്ന ദിവസത്തിലാണ് സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. റസൂല് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന മക്കത്തെ പള്ളിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ജിബ്രീൽ വന്നിട്ട് വിളിച്ചുണർത്തി അല്ലാഹു റസൂലിനെ കൊണ്ടുപോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ നെഞ്ഞിയുടെ ഭാഗത്തെല്ലാം ശസ്ത്രക്രിയ നടത്തി ഹൃദയമെടുത്ത് പുറത്തോട്ടുമാക്കി സംസം കൊണ്ട് കഴുകി വൃത്തിയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി. 1 മാസത്തെ വൈദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് സെക്കൻഡ് കൊണ്ട് എത്തിപ്പെട്ടു. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്കും 7 ആകാശങ്ങളിലേക്ക് പോയി. ഒരാകാശത്തിലേക്ക് പോലും കയറാൻ സാധിക്കാതെ നമ്മൾക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ആകാശങ്ങളും കടന്നു ചെന്നു. അങ്ങനെ 7 ആകാശങ്ങളും കടന്നു ചെന്നതിന് ശേഷമായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെയും യാത്ര നിൽക്കുന്നില്ല. ദനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നിങ്ങൾ പാടിയത് കേട്ടില്ലേ? ജിബ്രീൽ പറഞ്ഞതാണ്. ആ ബൈത്തിൽ പറഞ്ഞത് ജിബ്രീൽ പറഞ്ഞു, ഇവിടെ നാട്ട് പോയിക്ക് യാതൊരു കഴിവില്ല, അതൊരു തങ്ങൾ പോയിക്കോളി, അള്ളാഹുമായി സംഭാഷണം നടത്തിക്കോളി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 7 ആകാശങ്ങൾ കഴിഞ്ഞ് നടന്ന് അവസാനമായി അള്ളാഹുവിന്റെ സന്നിധാനത്തിലെത്തി. അള്ളാഹിനെ 2 കണ്ണുകൊണ്ട് നേരെ കണ്ടു. അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാസം റമദാൻ മാസം 27. കാരണം അള്ളാഹുവിന്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 2 കണ്ണുകൊണ്ട് അള്ളാഹുവിനെ നേരെ കണ്ടു. വലഖദ് റആഹു നസ്റതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅ്വാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ പർവതത്തിന്റെ
ഹിറാ പർവ്വതത്തിന്റെ ഗുഹയിലിരിക്കുമ്പോൾ ആദ്യമായി അള്ളാഹനെ കണ്ട് ഭൂമിയിൽ വെച്ച് കണ്ടു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പ്രഗൽഭരായ സഹാബത്ത് വരിക. അല്ലാഹുവിന്റെ റസൂൽ ആ ഹിറാ പർവ്വതത്തിന്റെ ഗുഹയിൽ വെച്ച് അള്ളാഹനെ കണ്ടുകൊണ്ട് കണ്ട് അങ്ങനെ 7 ആകാശങ്ങൾ പോയി. അവിടെ ചെന്നതിന് ശേഷം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കണ്ണുകൊണ്ട് അള്ളാഹനെ കണ്ടു. അള്ളാഹനെ കണ്ടുന്ന സിദ്റത്തുൽ മുൻതഹയിൽ വെച്ച് കണ്ടു എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ സൂറത്തുൽ നജ്മിൽ അല്ലാഹു പറഞ്ഞത്. ഇന്നഹു ജന്നത്തുൽ മഅ്വാ, അതിന്റെ അടുത്താണ് മഅ്വാ എന്ന് പറയുന്ന സ്വർഗ്ഗം. സ്വർഗ്ഗപാടുണ്ട്, ആ തുടക്കം കയറുന്ന സ്വർഗ്ഗം. അവിടെയായിരുന്നു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം താമസിച്ചത്. ആദ്യമായി എല്ലാവരും കയറി ചെന്ന സ്വർഗ്ഗം ജന്നത്തുൽ മഅ്വയാണ്. ആ ജന്നത്തുൽ മഅ്വ എന്ന് പറയുന്നത് സിദ്റത്തുൽ മുൻതഹ അടുത്താണെന്ന് പരിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ. അപ്പോ അവിടെ വെച്ച് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ നേരെ കണ്ടുകൊണ്ട് കണ്ടതെന്നാ ഈ റജബ് മാസത്തിലാണ്. നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഒരു കാര്യം പറഞ്ഞത്, വറാജായിബ ആലമിൽ മലകൂതി വസറായിറൻ നാസൂതി വൽ ജബറൂതി ഐനൻ മുദർരിസ മസ്ജിദിൽ ലാഹൂതി കമില്ലദുനിഹി ഹവഉലുമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുഹമ്മദ് നബി കണ്ടു അജായിബ ആലമിൽ മലകൂത്ത്, അദൃശ്യമായ ലോകത്തുള്ള അത്ഭുതങ്ങൾ, ആകാശ ലോകങ്ങളിലുള്ള അത്ഭുതങ്ങൾ. വസറായിറൻ നാസൂതി വൽ ജബറൂതി, മനുഷ്യന്മാരുടെയും വിജ്ഞാനത്തിന്റെയും രഹസ്യ കേന്ദ്രങ്ങൾ, വിജിലൻസ് കേന്ദ്രം ലോകങ്ങൾ. ഇലാഹിയായ ലോകത്തുള്ളതായ സർവജ്ഞനായ അല്ലാഹുവിനെ കണ്ടു. മുദരിസ് ആരാ? മുദരിസ് സർവജ്ഞനായ അല്ലാഹുവാണ് അവിടെ നബിക്ക് നടത്തിയത്, നബിക്ക് ഇൽമു പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് മുദരിസ് എന്ന പേരിലാണ് അല്ലാഹുവിനെ പറ്റി പറഞ്ഞത്. അയ്യൻ മുദരിസ മസ്ജിദിൽ ലാഹൂതി കമില്ലദുനി ഹിഹവഉലുമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അങ്ങനെ അവിടെ ചെന്നിട്ട് അള്ളാഹനെ നേരിട്ട് കണ്ടു. അള്ളാഹു ഒരുപാട് അറിവുകൾ കൊടുത്തു. ആ അറിവുമായിട്ടാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബിയുടെ അടുക്കൽ വരുന്നത്. അപ്പൊ മൂസാ നബി എന്റെ പഠിച്ചപ്പോൾ പറഞ്ഞു, അനുഭവത്തോ പറ്റൂല നബി, നിങ്ങൾ ഒന്നും കൂടി പോകണം. അങ്ങനെ മൂസാ നബി ഒരുപാട് തവണ തിരിച്ചും മറച്ചും പറഞ്ഞയച്ച് 5 ചുരുക്കി. മൂസാ നബിക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് ഇന്നത് പറയണം എന്ന് വിടുക്കാമായിരുന്നു. പക്ഷെ മൂസാ നബി ചെയ്തില്ല. പല തവണ നബി വരുമ്പോഴും ആദ്യം വന്നതിനേക്കാളും നബിനെ കാണുന്നത് വളരെയധികം ഉന്മേഷത്തിനും വളരെ സുന്ദരമായിട്ടാണ്. അത് വീണ്ടും വീണ്ടും കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് തവണ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ച് അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് വിട്ടത്. ഇതൊക്കെ നടന്നേതാണ് ഈ റജബ് മാസത്തിലാണ്. അതിനെപ്പറ്റി ഖുർആൻ പറയുന്നത് എന്താണ്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. അത് നടന്ന മാസമാണിത്. മിഅ്റാജ് ഇസ്രാ നടന്ന മാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. മാത്രമല്ല നമ്മുടെ ഇബാദത്തിന് ഹറമിൽ വെച്ച് ഇബാദത്തിനോട് തുല്യമാകുന്ന സമയം ഇഹ്റാമിൽ മുഹ്രിമായിക്കൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന അവനോട് തുല്യമായ പ്രതിഫലം കിട്ടുന്ന ഏറ്റവും പവിത്രമായ ഒരു സന്ദർഭത്തിലാണ് നാം ഇവിടെ ഈ മഹത്തായ വീട്ടിൽ പരിസരത്ത് വെച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, ചീത്ത കാര്യം മാറി നിൽക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. മാത്രമല്ല ഇങ്ങനത്തെ സദസ്സിൽ വന്നുകൊണ്ട് മാത്രം പോയാൽ പോരാ. സഹോദരിമാരും സഹോദരന്മാരും ഈ താൻ്റെ അടുത്ത് വന്ന് പോയാൽ മാത്രം പോരാ. നിങ്ങൾ ശരിക്കും നമസ്കാരങ്ങൾ വിടാൻ പാടില്ല. നമസ്കാരം വിട്ടാൽ ഒരു സ്ഥാനമില്ല. ഒരു മനുഷ്യന്റെ, ഒരു മുസ്ലിമിന്റെ അമുസ്ലിമിന്റെ നമസ്കാരം, ആ നമസ്കാരം ഇല്ലെങ്കിൽ പിന്നോട് ഇസ്ലാമിക മെമ്പർഷിപ്പ് വരേക്കും ഇല്ല എന്നാണ്. നമ്മുടെ വലിയാക്കന്മാരും അതിന്റെ സദസ്സ് പോകുന്നു, ഈ താനെ കാണാൻ വരുന്നു. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. അതോടൊപ്പം അല്ലാഹു റസൂലിന്റെ മിഅ്റാജിന്റെ രാത്രിയിൽ പ്രത്യേകമായി കൊടുത്തൊരു സ്വത്താണ് നമസ്കാരം. ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യാത്ത്. നമസ്കാരമാകുന്ന അമല് മനുഷ്യന്റെ തെറ്റുകുറ്റങ്ങൾ മുഴുവനും പൊറുപ്പിക്കുന്ന കാര്യമാകുന്നു, ക്ലിയറാക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് അതൊക്കെ നല്ലോണം മുറുകെ പിടിച്ച് സ്ത്രീകളാണെങ്കിൽ ഹിജാബോട് കൂടെ നടക്കണം.
അന്യപുരുഷന്മാർക്ക് നിങ്ങൾ ശരീരങ്ങളെ കാണിച്ചു കൊടുക്കുന്ന രൂപത്തിൽ നിങ്ങൾ നടക്കാൻ പാടില്ല. അതുപോലെ പെൺകുട്ടികൾക്കും ചെറിയ കുട്ടികളാണെങ്കിലും അവൾ ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് വിടാൻ പാടില്ല. അവർക്കും ആ സ്ത്രീകൾക്കുള്ള ഹിജാബ് ചെറുപ്പം മുതൽക്കേ മനസ്സിലാക്കി കൊടുക്കണം. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം, കരസ്കരത്തിൻ ഗുരുപാലിട്ടാൽ കരാന്തരെ കൈവിഷമിപ്പതുണ്ടോ. കുഞ്ഞനമ്പ്യാര് പറഞ്ഞാല് നല്ല അർത്ഥമുള്ള വാക്കാണത്. ചെറുപ്പകാലത്തിൽ ശീലാണ് വലിപ്പത്തം വരാ. ഇപ്പൊ എന്റെ മോക്ക് 5 വയസ്സായിട്ടുള്ളൂ, 7 വയസ്സായിട്ടുള്ളൂ, 8 വയസ്സായി. ഇപ്പൊ എന്താവോക്കാൻ പ്രശ്നമൊന്നുമില്ല, ഓൾക്ക് പുലുവായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അന്റെ ഒരു ആപ്പ് ടൗസറും അല്ല മറ്റേ കുപ്പായിട്ടെന്ന് പറഞ്ഞാച്ചാ വലുതായി 15 വയസ്സ് പൂർത്തിയായാൽ ഉമ്മ വിളിച്ചിട്ട് പറയും, മോളെ അനക്കിതാ ഞാനൊരു ഒന്നായിട്ട് മൂടുന്ന കുപ്പായം കൊണ്ടുവന്നിരിക്കുന്നു. മോള് പറഞ്ഞു, ഉമ്മ എനിക്ക് ഇപ്പോൾ അത് വേണ്ട, നിങ്ങൾ എന്തുകൊണ്ട് പഴയ കാലത്ത് അതുപോലെ ആക്കി മാറ്റിയില്ല, എനിക്ക് വരാൻ സാധ്യമല്ല, എനിക്കത് ശീലിക്കുന്നില്ല. ചെറുപ്പകാലത്തിലുള്ള ശീലമാണ് വലുപ്പത്തിൽ വരാൻ പോകുന്നത്. അതൊരു പൈതലിനെ പോലെയാണ്. ഒരു പൈതല് ഉമ്മാനെ മുല കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഉമ്മ കൃത്യസമയത്ത് മുലകുടി മാറ്റാതിരുന്നാൽ വലിയ കുട്ടിയാകുമ്പോൾ ഉമ്മാനെ മുല കയറി പിടിക്കും. അതെന്ന് നിർത്തിയതോട് നിന്നാ. എന്നതുപോലെ ചെറുപ്പത്തിലേ കുട്ടികളെ ശീലിപ്പിക്കണം. നമസ്കാരങ്ങൾ ശീലിപ്പിക്കണം, വസ്ത്രധാരണങ്ങൾ ശീലിപ്പിക്കണം, അതുപോലെ തന്നെ ഭക്ഷണത്തിന് മര്യാദകൾ ശീലിപ്പിക്കണം, ഹറാം ഹലാലും വേർതിരിച്ച് മനസ്സിലാക്കി ശീലിപ്പിക്കണം. അങ്ങനെ മുന്നോട്ട് പോയെങ്കിൽ തന്നെ ലോകത്ത് ഇസ്ലാം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, ചീത്ത കാര്യത്തിൽ മാറി നിൽക്കുവാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സാധുവായിക്ക് വേണ്ടി ദുആ ചെയ്യണം, അപേക്ഷിക്കണം. അർഹമുർറാഹിമീനായ തമ്പുരാനെ, ഈ മഹത്തായ സദസ്സോടെ സമ്മേളിക്കാൻ വേണ്ടി പ്രവർത്തിച്ചതായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബീതാക്കും അവരുമായി ബന്ധപ്പെട്ടവർക്കും റബ്ബേ അതിന് തക്കതായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർഹമുർറാഹിമീനായ സയ്യിദായ തമ്പുരാനെ, പാപികളായ സാധുക്കളായ ഞങ്ങളിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. ഞങ്ങൾ വന്നുപോയെന്ന ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും വിട്ടുപുറത്ത് മാഫാക്കണേ തമ്പുരാനെ. പടച്ചവനെ, പല സഹോദരിമാരും സഹോദരന്മാരും ഈ വീട്ടിൽ വന്നുകൊണ്ട് പല രോഗങ്ങളും പറഞ്ഞു പോകുന്നവരുണ്ട്. അല്ലോ, അവരുടെ എല്ലാ ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ നീ ശിഫിയാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഉദ്ദേശങ്ങളെ നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. അവരിലും അവരുടെ കുടുംബത്തിലും അവരുടെ സമ്പത്തിലും ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. എല്ലാ ആഫത്ത് മുസീബത്തും അവരെയും ഞങ്ങളെ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങൾ വിദേശത്ത് പോയി ജോലികളിൽ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. പടച്ചവരെ, ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ബന്ധപ്പെട്ടവർ, അവരെല്ലാവരുടെ ദോഷങ്ങളും വിട്ടുപുറത്ത് മാഫാക്കണേ തമ്പുരാനെ. മക്ബൂലും മബ്റൂറുമായ നിലക്ക് ഹജ്ജും ഉംറയും ചെയ്യാൻ പാവികളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളോട് ദുആ വസിയത്തിനും തൗഫീഖ് നൽകണേ തമ്പുരാനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ ഖറാത്ത് മറാത്ത് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. അമ്പിയാക്കന്മാര്, സാലിഹീങ്ങൾ, ശുഹദാക്കന്മാര്, അവരുടെ മദാറുകൾ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതിന്റെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഇബ്ലീസിന്റെ ശരണ തൊട്ട് കാത്ത് രക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങൾ അറിവിനെ നാഫിയാക്കണേ തമ്പുരാനെ. ശിഷ്യന്മാരുടെ ഉസ്താദന്മാരുടെ നാഫിയാക്കണേ തമ്പുരാനെ. ദീനിന് വേണ്ടി സേവനം ചെയ്യാൻ ഞങ്ങൾക്കും അവർക്കും തൗഫീഖ് നൽകണേ തമ്പുരാനെ. ദീനിന് വേണ്ടി സേവനം ചെയ്യുമ്പോൾ എതിര് വരുന്ന ശക്തികളെയും വ്യക്തികളെയും പരാജയപ്പെടുത്തണേ തമ്പുരാനെ. ഏഷണിക്കാരുടെ ഏഷണികളെ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. ഭീഷണിക്കാരുടെ ഭീഷണികളെ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. ഹാസിദീങ്ങളെ ഹസനത്തൊട്ട് കാക്കണേ തമ്പുരാനെ. സാഹിദീങ്ങളെ സിന്നത്തൊട്ട് കാക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ബിസത്വത്തി ജബറൂതി ഖഹരിക വബിസുൽഹതി വാഫതി നസ്രിക വബിഗൈറതിക ഇന്തിഹാകി ഹുർമതിക വബിഹിമായതിക ലിമഹിതമാ ബിആയാതിക നസ്അലുക യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു യാ സമീ യാ കരീബ് യാ മുൻതഖിം യാ ഖഹാർ യാ ജബ്ബാർ യാ ശദീദൽ ബത്ശി യാ മൻ ലാ യസ്ദു ഖഹറു ജബാബിറതി വലാ യഅലമു അലി ഹലാകൽ മുതമരിദതി മിനൽ മുലൂകി ലകാബിറതി അൻത ജിയല കൈദ മൻ കാദനാ ഫീ നഹരിഹിം വമക്ര മൻ മക്ര ബിനാ ആയിദൻ അലൈഹിം വഫറത മൻ നഫറ ലനാ വഫറതൻ ബാഖിയതൻ ഫീഹാ വമൻ നസബ ലനാ ശബകതൽ ഹിദായ യാ സയ്യിദി മസൂഖ അല്ലാ മുസാദൻ ഫിയാ വാസിറൻ ലദയ്യ ബിഹഖിക അഫായ ഐൻ സാദ് ഇകിഫിനാ ഹമ്മൽ ഇദാ വലഖിഹിം الرضا وجعلهم لكل حبيب فدا وصلت اللهم عليهم عاجلا كنف اليوم والغدا اللهم بدد شملهم اللهم فرق دمهم اللهم فل حدهم وعقل عددهم اللهم اجعل الدائرة عليهم اللهم ارسل العذاب اليهم اللهم اخرج من دائرة العلم واللطف واسلهم مدى المال والايدي واربط على قلوبهم ولا تبلغهم الآمال
ولا تبلغهم الآمال ولا تبلغهم الآمال بحق كافة يا إنسان بحق كافة يا إنسان اكفنا هم اللذا ولكن مردا وديال بكل أبي فداء اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا وديال الحياة زيادة لنا في كل خير وديال الموت راحة لنا من كل شر بسم الله بابنا تبارك حقابنا ياسين سقفنا كافنا يا إنسان كفايتنا حميم إنسان كافي مايتنا فسيكفيكم الله والسميع العليم ستر العرش مصبول علينا وعين الله ناظرة إلينا بحول الله لا يقدر علينا والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ فالله خير حافظا وهو أرحم الراحمين اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان പടച്ചവനെ റജബ് മാസത്തിനകത്ത് ബർക്കത്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റജബ് മാസത്തിന്റെ അകത്തുള്ള ഒരു ദിവസത്തെ അമലിനോട് ഒരു കൊല്ലത്തെ ഇബാദത്തിനോട് തുല്യമാണ്. പകൽ സമയത്ത് നോമ്പനുഷ്ഠിക്കുകയും രാത്രി സമയത്ത് നിസ്കരിച്ച് ഉറക്കുകയും ചെയ്ത ഒരു കൂട്ടത്താണ് നബി പറഞ്ഞതാണ്. ആ കൂട്ടത്തിൽ റജബ് മാസത്തിൽ ബർക്കത്ത് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വശഅബാൻ വബല്ലിഗ്നാ شهر رمضان وبلغنا شهر رمضان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن يا ذا الجلال والإكرام مع الصحة والسلامة والراحة والبركة وفقنا ويسر لنا زيارة الحرمين الشريفين وارزقنا عافية لا سقم معها سلمنا من آفات الدارين وارزقنا سعادة الدارين واجعلنا من الفائزين في الدارين اللهم اجعل ذنبنا هذا ذنبا مرحوما وتفرقنا من بعده تفرقا معصوما لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وعلى جميع الأنبياء المرسلين والحمد لله رب العالمين بسم الله الرحمن الرحيم എന്ന നാമത്തിൽ യോഗം ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.